സിറാജ് കണ്ണൂർ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം അൻസാറിന്റെ എൻഗേജ്മെന്റ്. നാട്ടാരെ വീട്ടാരെ എല്ലാരും കേക്കണേ, അൻസാറിന്റെ എൻഗേജ്മെന്റ് രാവാണ്. നാട്ടാരെ വീട്ടാരെ എല്ലാരും കേക്കണേ, അൻസാറിന്റെ എൻഗേജ്മെന്റ് രാവാണ്. പ്രിയമുള്ളവരെ, തൃക്കരിപ്പൂർ കാരവളത്ത് അർദ്ധരാത്രി 12 മണിയോടടുത്ത് ഒരു ആൺകുട്ടി പിറന്നു വീഴുന്നു. അവന്റെ ഉപ്പയും ഉമ്മയും അവന് പേര് വിളിക്കുന്നു അൻസാർ. സാറേ സാറേ അൻസാറേ, അൻസാറിന്റെ എൻഗേജ്മെന്റ്. സാറേ സാറേ അൻസാറേ, അൻസാറിന്റെ എൻഗേജ്മെന്റ്. അങ്ങനെ കാലങ്ങൾ കടന്നു പോകുന്നു. കാലങ്ങൾ കടന്നുപോയി ആ കുട്ടി ഒരു കൗമാരപ്രായക്കാരനാകുന്നു. സമൂഹത്തിലെ മറ്റാൺകുട്ടികളെ പോലെ അവനും അവന്റെ ചെലവിനായി തൊഴിലന്വേഷിച്ച് മെഡിക്കൽ ഫീൽഡിലേക്ക് നടന്നു നീങ്ങുന്നു. അതാ അവിടെ ഒരു സുന്ദരിയായ ചെറുപ്പക്കാരി. ആരാണവൾ? അൻസാറിന്റെ കണ്ണുകൾ മന്ത്രിച്ചു. സുന്ദരിയാം സുമുഖിയാം ചെറുപ്പക്കാരി പെണ്ണെ, എൻ മനസ്സിൽ താമസിക്കാൻ ഇടം തരാം പെണ്ണെ. ആരെയും വശത്തിലാക്കുന്ന അൻസാറിന്റെ ചടുലമായ സംസാരത്തിന്റെ രസത്തിൽ മുഴുകിയ അവർ പരസ്പരം ആദ്യം സൗഹൃദത്തിലായി. പിന്നീട് ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറി. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ. അതെ, അവർ രണ്ടുപേരും റോസാപ്പൂക്കൾ പോലെയായി. പിന്നീട് ആ റോസാപ്പൂ ഇണക്കുരുവികളായി വഴിമാറി. ചിറകടിച്ച് അവർ അവരുടെ ലോകത്തിൽ പറന്നുയർന്നു. ആ ഇണക്കുരുവിയുടെ പേരെന്താണെന്നറിയോ? തലശ്ശേരിക്കാരി റസ്മിന. റസ്മിന പെണ്ണെ സ്നേഹിക്കുയെന്നെ, നീലെന്നു ഞാൻ വേസ്റ്റാണ് മോളെ. ഇരുവരുടെയും ബന്ധം പറഞ്ഞ വീട്ടുകാർ ആ ബന്ധത്തെ അതിശക്തമായി എതിർത്തു. ഇല്ല ഇല്ല, നടക്കില്ല, ഈ വിവാഹം നടക്കില്ല. പക്ഷേ എല്ലാ എതിർപ്പുകളെയും തള്ളിമാറ്റിക്കൊണ്ട് ഈ വരുന്ന ഒക്ടോബർ 5 ഞായറാഴ്ച ഇരുവരുടെയും എൻഗേജ്മെന്റ് ആണ് ഫ്രണ്ട്സ്. മംഗളം നേരുന്നുണ്ട് ഫ്രണ്ട്സും, പിന്നെ ഇഡി സ്കോഡുമുണ്ട്. അപ്പൊ എൻഗേജ്മെന്റ് അടിച്ചു പൊളിക്കാൻ മറക്കല്ലേട്ടാ.